തൊഴിലാളികൾക്ക് അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകുന്നില്ല. എന്താ നൽകുന്നത്? അവർക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ പേരുണ്ട്. എന്നാ കൂലി അല്ലെങ്കിൽ ശമ്പളം. ഇത് അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല. അധ്വാനശേഷി വിനിയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അധ്വാനശേഷിയെ തിരിച്ചു പിടിക്കാൻ മാർക്കറ്റിൽ നിന്ന് അവർ വാങ്ങുന്ന സാധന സാമഗ്രികളുടെ വിലയാണ്. അതാണ് കൂലി. അതുകൊണ്ടാണ് സാധന സാമഗ്രികളുടെ വില കൂടുന്നതിനനുസരിച്ച് DA, ക്ഷാമബത്ത, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, കൂലിൻ്റെ ശമ്പളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അധ്വാനത്തിൻ്റെ പ്രതിഫലം നൽകാതെ ചൂഷണം നടത്തുന്നതിന് മുതലാളിത്തത്തിന് സ്വന്തം കയ്യിലുള്ള ഉൽപാദനോപാധികൾ ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സമ്പത്ത് അവരുടെ കയ്യിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയാൽ AI വന്നാൽ എന്താ പ്രശ്നം? AI വന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ, അത് കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ചൈനയ്ക്ക് പറയുന്നുണ്ട്, അത് സോഷ്യലിസത്തിൻ്റെ ആണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം, കേരളത്തിൽ ഉപയോഗിക്കാം, ഇന്ത്യയിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാം. അതിന് പ്രത്യേകമായ ചിലവില്ല, ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വരിക. ജനകീയ ചൈന ഇത് ഉപയോഗിക്കുന്നത് ഈ വളർച്ച, ഈ AI ഉൾപ്പെടെയുള്ളതിൻ്റെ വളർച്ച സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. കാരണം അവിടെ ഉൽപാദനോപാധികൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് ഇത് എത്തുക. അപ്പോൾ പുതിയ രീതിയിൽ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള സൗകര്യം അതിൽ നിന്ന് ഭാഗം ഉണ്ടാവും. നേരെ മറിച്ച് മുതലാളിത്തത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്താ ഉണ്ടാകുക? കുത്ത മുതലാളിയുടെ കയ്യിലാണ് ഉൽപാദനോപാധികളുള്ളത്, അതിൻ്റെ ഭാഗമാണ് AI ഉൾപ്പെടെയുള്ളത്, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് മിച്ചമൂല്യം കുമിഞ്ഞുകൂടി വരും. ഉള്ള ആളുകളുടെ തൊഴിൽ, അവർ തന്നെ പറയുന്നൊരു 60% തൊഴിൽ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വരും. ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മാർച്ച് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് മാർക്സും എംഗൽസും പറഞ്ഞതുപോലെ ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രതിരോധം, ശക്തിയായ പോരാട്ടം ലോകവ്യാപകമായിട്ട് ഉയർന്നു വരുമെന്ന് അന്നേ പറഞ്ഞു. ആ പോരാട്ടത്തിൻ്റെ ശക്തി കൂട്ടുന്ന രീതിയിൽ AI കൂടി ഇറുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ജനങ്ങളുടെ ജീവിത നിലവാരം, അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിയില്ല, അവരുടെ കയ്യിൽ പണമില്ല, അവർക്ക് കൂലിയില്ല, അവർക്ക് ശമ്പളമില്ല. അങ്ങനെ ഒരു വലിയ ജനവിഭാഗം 60% ആളുകൾ വരുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന പോരാട്ട വീര്യം സ്വാഭാവികമായി ഉണ്ടാകുന്ന സാമൂഹ്യ പരിവർത്തനത്തിലേക്കാണ് നയിക്കുക. ആ സാമൂഹ്യ പരിവർത്തനം മുതലാളിത്തത്തിൽ നിന്ന് ജനാധിപത്യ വിപ്ലവത്തിലേക്കും സോഷ്യലിസത്തിലേക്കുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലും മലക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ചൈനയുടെ പറഞ്ഞു. ഡീപ് സീക്ക് എല്ലാറ്റിനെയും ഞങ്ങൾ പിന്തുണക്കുന്നുണ്ട്. ഇനി അത് സംബന്ധിച്ച് നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടാവണ്ട. ഇനി അതും കൂടി പറഞ്ഞാൽ മാർക്സത്തിന്റെ പ്രത്യേകത, കുറച്ച് പഠിക്കുന്ന ഞാൻ തന്നെ, അതുകൊണ്ട് ഞാൻ പറയാം. മാർക്സത്തിന്റെ പ്രത്യേകത, മാർക്സും എംഗൽസും എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ ലെനിൻ ഉൾപ്പെടെ എഴുതി തയ്യാറാക്കി വെച്ച പുസ്തകത്തിന്റെ ഖണ്ഡികയനുസരിച്ചുള്ള പ്രയോഗമാണ് മാർക്സും മാർക്സിസ്റ്റ് പ്രയോഗമെന്നും കരുതണ്ട. ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ലോകത്തിന്റെ സർവതല സ്പർശിയായ മേഖലയിൽ രൂപപ്പെട്ടു വന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ശാസ്ത്ര സത്യങ്ങളെയും സാങ്കേതിക വിദ്യ ഉൾപ്പെടെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സം. അപ്പോൾ മാർക്സത്തിൽ ഉൾക്കൊള്ളാതെ ഒരു സാധനം AI അല്ല, AI ഉൾപ്പെടെ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, ഞാൻ ഈ പറയുന്ന അപകടം സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത്രയേ ഉള്ളൂ. ഏതാശയം? അല്ല, AI വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരവധിയായ പ്രത്യാഘാതങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ആറ്റം വിഭജിക്കാനാവില്ല എന്നാണല്ലോ നമ്മൾ കണ്ടിരുന്നത്, അല്ലേ? ആറ്റം വിഭജിക്കാനാവില്ല എന്നായിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത് ശാസ്ത്രം പണ്ട്. പിന്നെ എന്തായി? വിഭജിക്കാമെന്ന് പറഞ്ഞു. വിഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ആറ്റം ബോംബുണ്ടായി. ആ ആറ്റം ബോംബ് എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചു. ആരുപയോഗിച്ചു? ആ സാമ്രാജ്യത്തെ ഉപയോഗിച്ചു. ആ സാമ്രാജ്യത്തെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നാഗസാക്കിയും
അതുപോലെ തന്നെ ഹിരോഷിമ ഉണ്ടായത്. അതുതന്നെ ആ പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്തില്ലേ? ശാസ്ത്രത്തിന്റെ കുഴപ്പം കൊണ്ടാണോ? ശാസ്ത്രം സാമ്രാജ്യത്വം ഉപയോഗിക്കുമ്പോൾ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആറ്റം ബോംബിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ലാണ്ട് ശാസ്ത്രത്തിന്റെ തകരാറല്ല. ആ ശാസ്ത്രത്തെ CPIM അതിന്റെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അംഗീകരിക്കും. അതേപോലെ തന്നെ AIA അംഗീകരിക്കും.